ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് ചോറിട്ട് കൊടുക്കാം. ഏത് ചോറായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മട്ടരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ വറുത്തതോ വറുക്കാത്തതോ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജാറടച്ച് വെച്ച് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ വെള്ളം ഒരുപാട് ഒഴിച്ചിട്ട് അരച്ചെടുക്കരുത്, വെള്ളം കൂടി പോവരുത് കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിതിവിടെ റവയും ചോറും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തത് മുഴുവൻ ഈ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 2 പച്ചമുളക് അരിഞ്ഞതും അല്പം മല്ലിയില അരിഞ്ഞതും അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്കൊരു 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ ശരിയാവില്ല കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോഴേ ഉള്ളൂ ആ പൊടികളൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തിക്കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് വെള്ളമാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഞാനിവിടെ നീളത്തിലാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആക്കാം. അപ്പോൾ കയ്യിൽ വെള്ളമാക്കിയിട്ടില്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ, ചോറുണ്ടായതുകൊണ്ട്. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒരു നീളത്തിലുള്ള ഷേപ്പാണ് ആക്കിയെടുക്കുന്നത്. ഇനി നമുക്കിത് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. ഇട്ട് കൊടുത്ത് ഒരു സൈഡ് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി 2 സൈഡും ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്